നമസ്തേ. ശ്രീഭദ്രാവാസ്തുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിവിടെ പറയുന്നത് വാസ്തുശാസ്ത്രപ്രകാരം ദിക്കുകൾക്കുള്ള പ്രാധാന്യത്തെ പറ്റിയാണ്. പ്രധാനമായും 8 ദിക്കുകളാണുള്ളത്. അതിൽ തന്നെ കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് എന്നീ പ്രധാന ദിക്കുകളും അതേപോലെ തന്നെ കിഴക്കും വടക്കും ചേരുന്ന സംഗമസ്ഥാനം അത് ഈശാനകോണം എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ തെക്കും കിഴക്കും സംഗമിക്കുന്ന സ്ഥാനം അഗ്നികോണം എന്നാണ് പറയുന്നത്. അതേപോലെ തെക്കും പടിഞ്ഞാറും ചേരുന്ന സംഗമസ്ഥാനത്തിനെ നിരുതികോണം എന്നാണ് പറയപ്പെടുന്നത്. അതായത് നമ്മൾ സാധാരണയായി കന്നിമൂല എന്ന് പറയും. അതേപോലെ തന്നെ വടക്കും പടിഞ്ഞാറും ചേരുന്ന സംഗമസ്ഥാനമാണ് വായുകോൺ. അങ്ങനെ 8 ദിക്കുകളാണ് വാസ്തുശാസ്ത്ര പ്രകാരം കൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ ദിക്കിനും ഓരോ ദേവന്മാരെയും വിധിച്ചിട്ടുണ്ട്. കിഴക്ക് ദിക്കിൻ്റെ അധിപൻ ഇന്ദ്രനാണ്. ഇന്ദ്രനെ കൂടാതെ 8 ദേവന്മാരും ആ ദിക്കിൽ കുടികൊള്ളുന്നു എന്നാണ് സങ്കല്പം. പൊതുവെ വിശുദ്ധ ദിക്കായിട്ടാണ് കിഴക്ക് ദിക്കിനെ അറിയപ്പെടുന്നത്. ജ്യോതിഷപ്രകാരം സൂര്യനാണ് കിഴക്ക് ദിക്കിൻ്റെ അധിപൻ. അതേപോലെ തെക്ക് ദിക്കിൻ്റെ അധിപൻ യമദേവനാണ്. യമദേവൻ മരണത്തിൻ്റെ അധിപനും കൂടിയാണ്. അതുകൊണ്ട് തന്നെ തെക്ക് ദിക്കിലുണ്ടാകുന്ന പോരായ്മകൾ അവിടെ നിഷ്കരണം നമ്മൾ ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതാണ്. യമദേവനെ കൂടാതെ 7 ശക്തികളും അവിടെ കുടികൊള്ളുന്നു എന്നാണ്. അവരിൽ അധികവും ക്രൂരന്മാരായതുകൊണ്ട് തന്നെ ആ ദിക്കിനെ അത്ര ശുഭകരമായ ദിക്കല്ല എന്നാണ് അറിയപ്പെടുന്നത്. പടിഞ്ഞാറ് ദിക്കിൻ്റെ അധിപൻ വരുണനാണ്. വരുണൻ മഴയുടെ ദേവനാണ്. വരുണനെ കൂടാതെ 8 ശക്തികളും അവിടെ കൂടുന്നു എന്നാണ്. അപ്പോൾ തെക്ക് ദിക്കിനെ പോലെ തന്നെ കൊണ്ട് അത്ര ശുഭകരമായ ദിക്കല്ല എന്നാണ് ശാസ്ത്രം നിർദ്ദേശിക്കുന്നത്. അതേപോലെ വടക്ക് ദിക്കിൻ്റെ അധിപൻ കുബേരനാണ്. കുബേരനെ കൂടാതെ 7 ശക്തികളും ആ ദിക്കിൽ കുടികൊള്ളുന്നു എന്നാണ് സങ്കല്പം. ഈ ശുഭകരമായ ദിക്കായിട്ടാണ് കരുതപ്പെടുന്നത്. തെക്ക് കിഴക്ക് അഗ്നികോണിൻ്റെ അധിപൻ അഗ്നിയാണ്. അതേപോലെ തന്നെ തെക്ക് പടിഞ്ഞാറ് നിരുതികോണിൻ്റെ അധിപൻ നിരുതിയാണ്. വടക്ക് പടിഞ്ഞാറ് വായുകോണിൻ്റെ അധിപൻ വായുവാണ്. കിഴക്ക് വടക്ക് ഈശാനകോണിൻ്റെ അധിപൻ ഈശാനനാണ്, അതായത് ഈശ്വരൻ. കിഴക്ക് ദിക്കിൻ്റെ അധിപൻ ഇന്ദ്രൻ കുട്ടികളുടെ വളർച്ചയുടെയും ധനത്തിൻ്റെയും ദേവനാണ്. ഇന്ദ്രൻ എല്ലാ ദേവന്മാരുടെയും ദേവനാണ്. ഈ ദിക്ക് മറ്റു ദിക്കുകളെ അപേക്ഷിച്ച് വളരെ വിസ്താരമേറിയതും താഴ്ന്നുമാണ് ഇരിക്കേണ്ടത്. നിർമ്മാണ പ്രവർത്തികൾ കൊണ്ടോ വലിയ വൃക്ഷങ്ങൾ കൊണ്ടോ ഈ ദിക്കിനെ മറയ്ക്കാൻ പാടില്ല എന്നാണ്. കിഴക്ക് ദിക്കിലൂടെ തന്നെയാണ് എല്ലാ ജീവജാലങ്ങൾക്കും ആവശ്യമായ പ്രാണശക്തി കടന്നു വരുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് കിഴക്ക് ദിക്കിൽ നിർമ്മാണ പ്രവർത്തികളോ വൃക്ഷങ്ങളോ കൊണ്ട് പ്രഭാത സൂര്യനെ തടസ്സപ്പെടുത്തരുത് എന്ന് പറയുന്നത്. എല്ലാവിധ അനുഷ്ഠാനങ്ങളും ഈ ദിക്കിനെ ദർശനമായാണ് നടത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ വിശുദ്ധ ദിക്കായിട്ടാണ് അറിയപ്പെടുന്നത്. കിഴക്ക് ദിക്കിലേക്ക് ദർശനമുള്ള വീടുകളിൽ മറ്റുള്ള വീടുകളിലേക്കാൾ കൂടുതൽ പ്രാണോർജം ലഭിക്കുമെന്നുള്ളതാണ്. കിഴക്ക് ദിക്ക് അടയപ്പെട്ടാൽ ധനനഷ്ടവും മാനഹാനിയും വന്നു ചേരുമെന്നുള്ളതാണ്. എന്നും അവിടെ എന്നും പ്രശ്നങ്ങളായിരിക്കും. തെക്ക് കിഴക്ക് ദിക്കിന്റെ അധിപനായ അഗ്നി വളരെ പരിശുദ്ധമാണ്. അതിന് നേരെ എത്തുന്ന എല്ലാത്തിനെയും
അത് ശുദ്ധീകരിക്കുമെന്നുള്ളതാണ്. എന്നാൽ എല്ലാത്തിനെയും നശിപ്പിക്കാനുള്ള ശക്തിയും അഗ്നിക്കുണ്ട് എന്നുകൂടി നമ്മൾ ചിന്തിക്കണം. ഒരു ഗൃഹത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് അഗ്നി അധിപനായുള്ള അഗ്നിക്കൂണിൽ അടുക്കളയ്ക്ക് ഉത്തമ സ്ഥാനം എന്ന് പറയപ്പെടുന്നത്. ഇലക്ട്രിക് ഉപകരണങ്ങൾ, ജനറേറ്ററുകൾ ഇതൊക്കെ സ്ഥാപിക്കാൻ പറ്റിയ സ്ഥാനമാണ് തെക്ക് കിഴക്ക്. അഗ്നിക്കൂണിൽ ജലസംഭരണികളൊന്നും തന്നെ വരാൻ പാടില്ല. അതായത് അഗ്നിയും ജലവും വിരുദ്ധ ശക്തികളായതിനാൽ തന്നെയാണ് അവിടെ കുളം, കിണർ, മറ്റ് ജലാശയങ്ങളിൽ നിന്നും തന്നെ വരാൻ പാടില്ല. അതുപോലെ തന്നെ വെള്ളം കെട്ടിക്കിടക്കാനുള്ള ഒരു സൗകര്യവും ആ ഭാഗത്തുണ്ടാകരുത്. ജ്യോതിഷപരമായി ചിന്തിച്ചാൽ തെക്ക് കിഴക്ക് ശുക്രന്റെ സ്ഥാനമാണ്. അവിടെ ഉണ്ടാകുന്ന പോരായ്മകൾ അവിടെ സ്ത്രീകളെയായിരിക്കും കൂടുതലും ബാധിക്കുന്നത്. തെക്ക് ദിക്കിൻ്റെ അധിപൻ യമൻ മരണത്തിൻ്റെ ദേവൻ കൂടിയാണ്. അതിനാൽ തന്നെ വിധി നിഷ്കരുണം നടപ്പിലാക്കുന്ന ദേവനാണ്. നിർമ്മാണ പ്രവർത്തികളിൽ തെക്ക് ഭാഗത്ത് കാലിയായ സ്ഥലം കൂടുതലുണ്ടാകരുത്. അങ്ങനെയായാൽ അവിടെ വലിയ ദൗർഭാഗ്യങ്ങൾ വന്നു ചേരുമെന്നാണ്. തെക്ക് ദർശനമായ ഗൃഹങ്ങളിൽ വസിക്കുന്നവർ ആനയെ വരെ വാങ്ങുമെന്നാണ്. അപ്പോൾ ആനയെ വാങ്ങുമെന്ന് പറയുമ്പോൾ ഇക്കാലത്ത് വലിയ വാഹനങ്ങൾ വാങ്ങും എന്ന് ചിന്തിച്ചാൽ മതി. അതേപോലെ തന്നെ തെക്ക് ദർശനമായ ഗൃഹങ്ങളിൽ വസിക്കുന്നവർ ആദർശങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്. കാര്യം നടക്കാൻ വേണ്ടി അവർ ഏത് മാർഗവും സ്വീകരിക്കുമെന്നുള്ളവരാണ്. സ്വാർത്ഥമതികളായിരിക്കും. അതേപോലെ തന്നെ സ്ത്രീ സംരംഭങ്ങൾക്കും വ്യാപാരികൾക്കും ഉത്തമമായ ദിക്കാണ് തെക്ക് ദിക്ക്. ഇവിടെ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ അവിടെ സ്ത്രീകൾക്ക് ആധിപത്യം കൂടുതലായിരിക്കും. കാലിയായ സ്ഥലം അവിടെ കൂടുതൽ ഉണ്ടാകരുത്. അവിടെ ജലസാന്നിധ്യം ഉണ്ടാകരുത്. ജലസാന്നിധ്യം ഉണ്ടാകരുത് എന്ന് പറയുമ്പോൾ കിണർ, കുളം ഇങ്ങനെയുള്ള ഒന്നും തന്നെ അവിടെ ഉണ്ടാകരുത്. അവിടെ ഉണ്ടാകുന്ന ദോഷങ്ങൾ സ്ത്രീകളെ ആയിരിക്കും കൂടുതലും ബാധിക്കുന്നത്. ജ്യോതിഷപരമായി ചിന്തിച്ചാൽ തെക്ക് ദിക്കിനെ ചൊവ്വയോടാണ് ഉപമിച്ചിരിക്കുന്നത്. ചൊവ്വയെ സൈന്യാധിപനായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. സൈന്യാധിപൻ നിഷ്കരണം വിധി, യമദേവനെ പോലെ തന്നെ നിഷ്കരണം വിധി നടപ്പാക്കുന്നയാളാണ് സൈന്യാധിപൻ. അങ്ങനെ ചിന്തിച്ചാൽ മതി തെക്ക് ദിക്കിനെ. അവിടെ ഉണ്ടാകുന്ന ദോഷങ്ങൾ അധികവും സ്ത്രീകളെ ബാധിക്കുമെന്നുള്ളതാണ്. തെക്ക് പടിഞ്ഞാറ് ദിക്കിൻ്റെ അധിപൻ നിരുതിയാണ്. നിരുതി എന്ന് പറയുമ്പോൾ അസുരന്മാരുടെ എല്ലാം രാജാവാണ് നിരുതി. ആ ദിക്കിന് ബുദ്ധിമുട്ടുണ്ടായാൽ അവിടെ വളരെയേറെ കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതാണ്. നിരുതി ആയതുകൊണ്ട് തന്നെ അവിടെ ഗുണദോഷ ഫലങ്ങൾ അപ്പോഴപ്പോഴ് തന്നെ നമുക്ക് അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതാണ്. തുറസായ സ്ഥലങ്ങളൊന്നും തന്നെ ഉണ്ടാകരുത്. അവിടെ ഞെരുക്കമായിരിക്കണം. അതായത് കാലിയായ സ്ഥലം ഉണ്ടാകരുത് എന്നാണ്. അവിടെ ജലസാന്നിധ്യം ഉണ്ടാകരുത്. സെപ്റ്റിക് ടാങ്ക് പോലെയുള്ള അശുദ്ധമായ ഒന്നും തന്നെ ആ തെക്ക് പടിഞ്ഞാറ് ദിക്കിൽ ഉണ്ടാകരുത്. ഈ ദിക്കിനെ വേണ്ട വിധം പരിപാലിച്ചാൽ സ്വത്ത്, പ്രശസ്തി ഇവയൊക്കെ വന്നു ചേരുമെന്നുള്ളതാണ്. പടിഞ്ഞാറ് ദിക്കിൻ്റെ അധിപൻ വരുണൻ മഴയുടെ ദേവനാണ്. തെക്ക് ദിക്കിനെ പോലെ തന്നെ പടിഞ്ഞാറ് ദർശനമായ ഗൃഹങ്ങളിൽ വസിക്കുന്നവർ ആദർശങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്. ലുബ്ധന്മാരായിരിക്കും. അതേപോലെ വ്യാപാരികൾക്കും ഉത്തമമായ ദിക്കാണ് പടിഞ്ഞാറ് ദിക്ക്. പടിഞ്ഞാറ് ദിക്കിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അന്തേവാസികളെ കുപ്രസിദ്ധിയിലേക്ക് നയിക്കുമെന്നാണ്. അവിടെ ഉണ്ടാകുന്ന തെറ്റുകുറ്റങ്ങൾ അവിടെ ഗൃഹത്തിൽ പുരുഷന്മാരെ ആയിരിക്കും കൂടുതലായും ബാധിക്കുന്നത്. ജ്യോതിഷപരമായി ചിന്തിച്ചാൽ പടിഞ്ഞാറ് ദിക്കിൻ്റെ അധിപൻ ശനിയാണ്. ശനിയുടെ സ്വഭാവം നമുക്ക് അറിയാൻ പറ്റുമല്ലോ. വടക്ക് പടിഞ്ഞാറിൻ്റെ അധിപൻ വായു എല്ലാ ജീവജാലങ്ങളുടെയും അടിസ്ഥാന ഊർജമാണ്. അവിടെ കുളം, കിണർ പോലെയുള്ള ജലാശയങ്ങളോ ജലസാന്നിധ്യമോ ഉണ്ടാകാൻ പാടില്ല. അവിടെ ജ്യോതിഷപരമായി ചിന്തിച്ചാൽ ചന്ദ്രനാണ് വടക്ക് പടിഞ്ഞാറ് വായു കോണിൻ്റെ അധിപൻ.
അതിനാൽ തന്നെ അവിടെ ഉണ്ടാകുന്ന തെറ്റുകുറ്റങ്ങൾ അവിടെ സ്ത്രീകളെയായിരിക്കും കൂടുതലും ബാധിക്കുന്നത്. വടക്കുദിക്കിന്റെ അധിപൻ കുബേരനാണ്. സമ്പത്തിന്റെ ദേവനാണ് കുബേരൻ. വടക്ക് ദിക്കിനെ വിശുദ്ധ ദിക്കായിട്ടാണ് ശാസ്ത്രം കൽപ്പിച്ചിട്ടുള്ളത്. വടക്ക് ദർശനമായ ഗൃഹങ്ങളിൽ വസിക്കുന്നവർ നിയമം അനുസരിക്കുന്നവരും അന്തസ്സും അഭിമാനവും ഉള്ളവരായിരിക്കും. വടക്ക് ദിക്കിലെ നിർമ്മാണ പ്രവൃത്തികൾ ഉത്തമമായാൽ അവിടെ സ്ത്രീകളുടെ മേധാശക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. അതുമൂലം ആ ഗൃഹത്തിലേക്ക് ആ സ്ത്രീകളെ കൊണ്ടുള്ള സദ്ഗുണങ്ങൾ നേടാൻ സാധിക്കുമെന്നുള്ളതാണ്. വടക്ക് ദർശനമായ ഗൃഹങ്ങളിൽ വസിക്കുന്നവർ ദയയും കരുണയും ഒക്കെ ഉള്ളവരായിരിക്കും. ഈ ദിക്കിനെ വേണ്ട വിധം പരിപാലിച്ചാൽ ധാരാളം ധനം വന്നു ചേരുമെന്നുള്ളതാണ്. ജ്യോതിഷപ്രകാരം അവിടെ അറിവിന്റെ ദേവനായ ബുധനാണ് വടക്ക് ദിക്കിന്റെ ദേവൻ. വടക്കു കിഴക്ക് ദിക്കിന്റെ അധിപനായ ഈശാനൻ ഈശ്വരന്മാരുടെ എല്ലാം ഈശ്വരനാണ്. മറ്റു ദിക്കുകളെ അപേക്ഷിച്ച് ഇവിടം വളരെ തുറസായിരിക്കണം. അഷ്ടദിക്കുകളിൽ വിശുദ്ധ ദിക്കായിട്ടാണ് വടക്ക് കിഴക്കിനെ കാണുന്നത്. അവിടെ ഉയരമുള്ളതൊന്നും വരരുത്, അതുപോലെ തന്നെ ഭാരമുള്ളത് വരരുത്, അശുദ്ധമായിരിക്കരുത്. സെപ്റ്റിക് ടാങ്ക്, ടോയ്ലറ്റ് ഇതൊന്നും വരാൻ പാടില്ലാത്ത സ്ഥാനമാണ്. ഉയരമുള്ള വൃക്ഷങ്ങളോ ഉയരമുള്ള നിർമ്മിതികളോ ഒന്നും തന്നെ അവിടെ ഉണ്ടാകരുത്. അവിടെ മറ്റുള്ള ദിക്കുകളെ അപേക്ഷിച്ച് വളരെ താഴ്ന്നിരിക്കേണ്ട സ്ഥാനമാണ്. കിഴക്ക് ദിക്കിൽ നിന്നുമാണ് നമുക്ക് ആവശ്യമായ പ്രാപഞ്ചികോർജം കടന്നു വരുന്നത്. അപ്പോൾ അതിനെ സ്വീകരിക്കാൻ വേണ്ടി തന്നെയാണ് കിഴക്ക് ദിക്കിൽ ഉയരമുള്ളതൊന്നും വരാൻ പാടില്ല എന്ന് പറയുന്നത്. അതായത് വാസ്തുപുരുഷന്റെ തലഭാഗം വരുന്ന ദിക്ക്. വാസ്തുപുരുഷൻ ശ്വസിക്കുന്നതും ആ ദിക്കിലൂടെയാണെന്നാണ് സങ്കല്പം. കിഴക്ക് വടക്ക് ഭാഗത്ത് ജലസാന്നിധ്യം ഉണ്ടാകുന്നത് നല്ലതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഗൃഹങ്ങളിൽ കിണറിൻ്റെ സ്ഥാനം നിശ്ചയിക്കുമ്പോൾ എപ്പോഴും കിഴക്ക് വടക്ക് ഭാഗം തിരഞ്ഞെടുക്കുന്നത്. കിഴക്ക് വടക്ക് ഭാഗം ഉത്തമമായാൽ അവിടെ വസിക്കുന്നവർ നേരായ മാർഗത്തിൽ ധാരാളം ധനം സമ്പാദിക്കുമെന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് സന്തോഷവും സമൃദ്ധിയുമുള്ള ജീവിതമായിരിക്കും. ജ്യോതിഷപരമായി ചിന്തിച്ചാൽ ഈ കിഴക്ക് വടക്ക് ദിക്കിൻ്റെ അധിപൻ വ്യാഴമാണ്. വ്യാഴം ദേവഗുരുവാണ്. ദിക്കുകളെ പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഇങ്ങനെയുള്ള അറിവുകൾ നേടുവാൻ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇങ്ങനെയുള്ള അടുത്ത വീഡിയോ കാണുന്നതിന് വരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം.